ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് ഒരു അറബിക് റൈസ് പോലത്തെ ഒരു റൈസാണ് കേട്ടോ. നല്ല ടേസ്റ്റി റൈസാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ സവാള, മല്ലിയില ചേർത്തിട്ട് ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. അതിന് ശേഷം 2 തക്കാളി, ഒരു സവാള അരിഞ്ഞതും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് റൈസ് തയ്യാറാക്കാനുള്ള പ്രിപ്പറേഷനിലേക്ക് പോവാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളറാവുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. റോസ്റ്റ് ആവില്ല, കരിഞ്ഞു പോകും. അതിലേക്ക് നമുക്ക് തക്കാളീൻ്റെ പേസ്റ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഡ്രൈ ആകുന്ന പോലെ ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, വീണ്ടും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചിരുന്നല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കിയിട്ട് അതിൻ്റെയും കൂടി പച്ചമണം മാറുന്ന വരെ വേണം ഇളക്കാൻ. നല്ലോണം റോസ്റ്റ് ആയതിന് ശേഷം നെയ്യിൽ കിടന്ന് നല്ലോണം വഴണ്ടതിന് ശേഷം മാത്രമേ അതിലേക്ക് അതിൻ്റെ പച്ചക്കുത്ത് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഡ്രൈ ആക്കി വരണം. കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ ചേർത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് മുഴുവൻ കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അതും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതാ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 kg ചിക്കൻ ഉണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ മതി. തൽക്കാലം അത് വേവാൻ മാത്രമാണ്. അപ്പോൾ അടച്ച് വെക്കുക. അതിലേക്ക് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ ജീരകശാല റൈസ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം അത്യാവശ്യം വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കിയൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഇതുപോലെ. അപ്പോൾ റൈസും ചിക്കനും ഒരേ അളവിലാണ് ഉള്ളത്. അപ്പോൾ ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കണം. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാനെടുത്തിരിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കിലുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് അരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൈസിന് ഒരു പുളീൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷം നല്ലോണം തിളക്കണം. ഹൈ ഫ്ലെയിമിലാക്കി ഇട്ടിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം തുറന്ന് നോക്കുക. ഇതുപോലെ വെള്ളം അത്യാവശ്യം വറ്റി വരുന്നുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ ആയതിന് ശേഷം നല്ലോണം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. റൈസ് തമ്മിൽ ഒട്ടാണ്ട്, അതായത് ലെമൺ ജ്യൂസ് ചേർത്തതുകൊണ്ട് റൈസ് തമ്മിലൊട്ടാതെ നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ചോറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ലവ് യു ആൻഡ് ബൈ.